ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിതേ, ഞാൻ തിരക്കില്ല, നിന്നെ പിന്നെ വിളിക്കാം. എടാ, എനിക്ക് നല്ല അസ്വസ്ഥതയുണ്ട്. എനിക്കൊന്ന് ഡോക്ടറെ കാണണം. നീ ഫോൺ കട്ട് ചെയ്യ്. ഹലോ. അല്ല, എന്റെ 1,00,000 രൂപയുടെ കാര്യം എന്തായി? ഞാൻ എത്ര പ്രാവശ്യം അവനെ വിളിച്ചു. അവന് ഫോണിൽ സംസാരിക്കാൻ സമയമില്ലത്രേ. തിരക്കാണ് പോലും. എന്റെ ഫോൺ എടുത്ത് സംസാരിക്കാൻ കഴിയാത്തവണ്ണം തിരക്കാവാൻ അവൻ ആരോ പ്രധാനമന്ത്രിയോ? എന്റെ ചെലവിന് ഉണ്ടു ഉറങ്ങിയും കഴിയുന്ന നാണോ മാനോ ഇല്ലാത്ത പോഴൻ ഭർത്താവാണ് പോലും. ഹരിതേ, അതിനിടയില് വിദ്യ അവളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ വേദന കുറവുണ്ടോ? ഒരു അസ്വസ്ഥത ഉണ്ടേട്ടാ. ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്നാ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം. വേണ്ട, അത്രയ്ക്കൊന്നുമില്ല. അങ്ങനെ സ്വയം തീരുമാനിച്ച് മടിച്ചിരിക്കാൻ പാടില്ല. ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ചെറിയൊരു നടുവേദന വന്നാലും അവസാനം ക്യാൻസർ ആയിട്ട് മാറുന്ന കാലമായത്. ഒന്നും വെച്ചോണ്ടിരിക്കണ്ട. അപ്പച്ച പറഞ്ഞതിന് കാര്യമുണ്ട് കേട്ടോ. വാ, നമുക്ക് പോയി കാണിച്ചിട്ട് വരാം. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നേ. ഒരു ചെരപ്പുമില്ലാത്ത ഒരു ഭർത്താവ്, വെറുതെ തിന്നും കുടിച്ച് നടക്കുന്ന അവന് ഭാര്യയ്ക്കൊരു അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ വരാൻ പോലും സമയമില്ലത്രേ. ഇവനെയൊക്കെ അടിച്ചു കളഞ്ഞ് ചാണകവെള്ളം തളിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പച്ചി പറയുന്നത് കൊണ്ട് അപ്പച്ചിക്കൊന്നും തോന്നരുത്. തോന്നോ? ഇല്ല. അല്ല, അപ്പച്ചിയുടെ ഭർത്താവെന്ന് പോയ പോക്കില് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇതുവരെ തിരിച്ചു വന്നിട്ട് പോലും ഇല്ലല്ലോ. അന്ന് പുള്ളിക്കാരൻ കുടഞ്ഞ ചാണകം ഇപ്പോഴും ബാക്കി കാണും. എടാ നിന്നെ തോന്നി തോന്നി അപ്പച്ചിക്ക് തോന്നി. കണ്ട ഹരിതേ, മനോജ് എന്തെങ്കിലും തിരക്കിലായി പോയതുകൊണ്ടായിരിക്കും. സാരമില്ല, നീ വാ, ഞാൻ കൊണ്ടുവാ നിന്നെ ഹോസ്പിറ്റലിലേക്ക്. വാ. ഞാൻ വരാം. ചേട്ടൻ കാർ എടുക്ക്. ശരി. ഓ, എന്നാലും നിന്റെ ഭർത്താവ് ആ മനോജിന്റെ നെറുകേട് ഒരിത്തിരി കൂടുതൽ തന്നെയാ. വൃത്തികെട്ടവൻ. മോളെ സൂക്ഷിച്ചു പോയിട്ട് വാ. ഭർത്താവാണത്രേ, ഭർത്താവ്.